എഡ്ജ് ഓൺ ദി സീറ്റ് ത്രില്ലറുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? കണ്ണടയ്ക്കാതെ സ്ക്രീനിൽ തന്നെ തുറച്ചു നോക്കിയിരുന്ന് സസ്പെൻസ് തിരയുവാനും വേണ്ടി വന്നാൽ ഒന്ന് ഞെട്ടാനും തയ്യാറായവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില സിനിമകളുണ്ട്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളെ പരിചയപ്പെടുത്തുന്ന സിനിമയുടെ ഈ നാൽക്കവലയിലേക്ക് സ്വാഗതം. ഇത് ത്രില്ലർ ജംഗ്ഷൻ. 82-ാം വയസ്സിൽ 1989 ലണ്ടനിൽ വെച്ച് മരിക്കുന്നത് വരെയുള്ള ജീവിതകാലം ഡാഫ്നെ ഡു മോറിയ എന്ന എഴുത്തുകാരിക്ക് നാടകീയവും സർഗാത്മകവുമായിരുന്നു. പക്ഷേ അവരുടെ മരണം കഴിഞ്ഞ് 2 ആഴ്ച പൂർത്തിയായപ്പോൾ മലയാളി പ്രേക്ഷകരുടെ ആകാംക്ഷാഭരിതമായ കാഴ്ചയിലേക്ക് ഒരു സിനിമ പിറന്നു വീണു. അത് അവരെഴുതിയ നോ മോട്ടീവ് എന്ന ചെറുകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി പവിത്രൻ സംവിധാനം ചെയ്ത ആ സിനിമ മലയാളത്തിൽ അന്നോളമുള്ള കുറ്റാന്വേഷണ ശൈലികളെ തകിടം മറിച്ചു. സമ്പന്നനായ മാത്തുക്കുട്ടി എന്ന മാത്യുവിന്റെ ഭാര്യ സെലീന മനോഹരമായ ഒരു പ്രഭാതത്തിൽ ഒരു കാരണവുമില്ലാതെ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ആഹ്ലാദവതിയായ ഒരു ഭാര്യ, സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്, ഉയർന്ന സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ, സർവോപരി വായനക്കാരുടെ ആരാധനാപാത്രമായ ഒരു എഴുത്തുകാരി. ആത്മഹത്യക്ക് പിന്നിലെ രഹസ്യം എന്ത് എന്ന അന്വേഷണവും കണ്ടെത്തുന്ന ഉത്തരവുമാണ് ഈ ചിത്രത്തിന്റെ ചന്തവും ചാരുതയും. മമ്മൂട്ടി, സുകുമാരൻ, പാർവതി, സുബർണ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം കവിത തൊഴുങ്ങുന്നവയാണ്. രാമചന്ദ്ര ബാബുവിന്റെ ക്യാമറയിൽ തെളിഞ്ഞ ഊട്ടിക്കും കുടകിനും ഇരുളിന്റെയും വിഷാദത്തിന്റെയും ഛായയുണ്ടായിരുന്നു. ആത്മഹത്യക്ക് പിന്നിലെ നേരറിയുന്ന നിമിഷത്തിൽ പകച്ചു പോകുന്നത് നായകൻ മാത്രമല്ല, ഓരോ അമ്മ മനസ്സുമാണ്. കാലിടറി വീഴുന്ന കൗമാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന കട്ടാരമുള്ളുകൾ പോലെ ഈ സിനിമയിൽ കാലം കടന്നു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ അത്യന്തം നിഗൂഢമായ സസ്പെൻസ് ത്രില്ലറുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ ഈ സിനിമ കാണണം. മുഴുവൻ സിനിമയും യൂട്യൂബിൽ ലഭ്യമാണ്. മറ്റൊരു ത്രില്ലർ സിനിമയുമായി വീണ്ടും കാണാം. എനിക്കറിയാം നിങ്ങൾക്കൊരു ചോദ്യമുണ്ടെന്ന്. ഈ സിനിമയുടെ പേരെന്താണെന്നല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമയുടെ പേര് ഉത്തരം. Shoot you next time. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.